സരിമാ സരിമധ മതിലുതിർന്നു സാമസംഗീതം ശരണ ചരണ പങ്കജങ്ങൾ തേടി അലയുന്നു താപസീ ഗീതം ഹസിതലസിതലാസ്യം സരസമധുരം സുമശരങ്ങളേതു അമൃതപുളിന പ്രണയഭരിതരാഗം ഹൃദയതരള മലർന്നി കുഞ്ചമായി ഹരിത ഭുവന മനുപമ സ്വരജതി അതിലൊരു നിർവൃതി മീരാ സ്വരസദനം മമ ശരണം തവ ചരണം അസുലഭ മധുമൊഴി നിറകതിരൊളിയായി മീരാ രമണീയം ഗഗനപഥം ഗിരിശിഖരം കനകമയം സുരഭില മലരൊളി ചൊരിയുകയായി അരുണകിരണമണിയും ഉദയമതിലുതിർന്നു സാമസംഗീതം ശരണ ചരണ പങ്കജങ്ങൾ തേടി അലയുന്നു താപസീ ഗീതം ഹസിതലസിതലാസ്യം സരസമധുരം സുമശരങ്ങളേതു അമൃതപുളിന പ്രണയഭരിതരാഗം ഹൃദയതരള മലർന്നി കുഞ്ചമായി ഹരിത ഭുവന മനുപമ സ്വരജതി അതിലൊരു നിർവൃതി മീരാ ശിവനന്ദ ചേച്ചി എന്റെ അമ്മേ സൂപ്പർ. താങ്ക് യു.
പാടി തീർത്തപ്പോ ഒരു സമാധാനം അല്ലേ? കുറച്ച് ആശ്വാസമായി. ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ശരത് സാർ. ശിവനന്ദ, സാർ. മനോഹരമായ ഒരു പാട്ട്, അത് ഉഗ്രമായിട്ട് പാടി ശിവനന്ദ. താങ്ക് യു സാർ. കേട്ടോ, കാര്യം ഇത് അങ്ങനെ പിടിച്ച് വെച്ച് ഈസിയായിട്ട് പാടാൻ പറ്റത്തില്ല. ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ കേക്കട്ടെ. ഈ സോങ് കിഴക്കുണരും പക്ഷി എന്നുള്ള മൂവിയിലാണ്. ആയിക്കോട്ടെ. കമ്പോസ് ചെയ്തത് രവീന്ദ്ര മാഷാണ്. ലിറിക്സ് എഴുതിയിരിക്കുന്നത് കോന്നിയൂർ ഭാസ് സാറാണ്. പാടിയിരിക്കുന്നത് ദാസാറും ചിത്ര മാം. കോന്നിയൂർ ഭാസ് സാറിന്റെ വേറെ ഏതെങ്കിലും പാട്ട് അറിയാമോ? ഇല്ല സാർ. വളരെ ഫേമസ് ആയിട്ട് ഫേമസ് ആയിട്ട് ഉഗ്രം. ഈ മൂവിയിലാണ്. ഈ മൂവിയിലല്ല, ഉത്തരവാണ് മോഹൻലാലാണ് അഭിനയിച്ചിരിക്കുന്നത്. നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു, ഭൂമിയിൽ വന്നവതാരമെടുക്കാൻ എനിക്കന്നു പാതിമെയ്യായ പിതാവിനോ പിന്നതിൽ പാതിമെയ്യായ മാതാവിനോ പിന്നെയും 10 മാസം ചുമന്നെന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തിനോ. രക്തബന്ധം മുറിച്ച് അന്യനായി തീരുവാൻ ആദ്യം പഠിപ്പിച്ച പൊക്കൾ കൊടിയോടോ. നമ്മളെല്ലാം എല്ലാ രക്തബന്ധങ്ങളും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ ഇത് മതിയല്ലോ. അപ്പൊ നമുക്ക് ഈ ആലാപ്പ് തുടങ്ങിയില്ലേ, അത് ഒന്നും കൂടെ പെർഫെക്റ്റ് ആക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അതൊരു ഒന്നാമത് റേഞ്ച് എവിടെ കിടക്കുന്നു, വലിയ പാടാണ് പാടാൻ. അത് ആ കിട്ടേണ്ട ഒരു വികാരം കിട്ടിയിട്ടുണ്ടോടാ, ഉറപ്പായിട്ട് അത് പറയണം. കാര്യം എന്ന് വെച്ചാൽ രവീന്ദ്ര മാഷിൻ്റെ മനോഹരമായിട്ടുള്ള അത് എങ്ങനെയാണ് ഇങ്ങനെ സിങ്കപ്പേഷൻ ചെയ്തതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആണ്, അദ്ദേഹത്തിന് മാത്രം പറ്റുന്ന ചില ഐറ്റങ്ങളാണ് അത്. ഇപ്പം രവീന്ദ്ര മാഷിന് പ്രണാംസ്, വേറൊന്നും പറയാനില്ല മാഷ്. അതൊക്കെ അദ്ദേഹം ഈ ഒരു രാഗം എടുത്ത് ചെയ്തതിലും കുറേ സന്തോഷം. ആരും ചെയ്തിട്ടില്ല. താങ്ക് യു. താങ്ക് യു സാർ. എം ജി സാർ. ശിവനന്ദ സാർ അതിമനോഹരമായിട്ട് പാടി. താങ്ക് യു സാർ. കാരണം പറഞ്ഞ പോലെ പെണ്ണുങ്ങൾക്ക് ഒരു റേഞ്ച് ഉണ്ട്, ആ റേഞ്ചിൻ്റെയും എക്സ്ട്രീം ഹൈയിൽ പോയിട്ട് പെർഫെക്ഷനോട് കൂടി പാടുക എന്ന് പറയുന്നതിനൊരു വലിയ കാര്യം. ബ്യൂട്ടിഫുൾ. 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം ലാൻഡിങ് നോട്ട്സ് ഉണ്ടല്ലോ, അത് സസ്റ്റെയിൻ ചെയ്യുന്ന ഒന്ന് ക്ലീൻ ആയിട്ട് സസ്റ്റെയിൻ എല്ലാം. അപ്പം അങ്ങനെ പല സ്ഥലങ്ങൾ. അതുപോലെ നാദഭൈരവി, അത് ആ ലൈനൊന്ന് പാടാം. അതല്ലേ, ഏതാ നോട്ട്? ഒരു കണമായി അതല്ലേ? അത് ഒന്നുകൂടെ ഒരു വ്യക്തത വേണം. പക്ഷെ ടോട്ടലി ഈ പാട്ട് പാടണമെങ്കിൽ മൂക്ക് ടിക്ഷ എണ്ണാന്ന് വരയ്ക്കേണ്ടി വരും. പക്ഷെ അത് മനോഹരമായിട്ട് തന്നെ പാടിയിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. സൂപ്പർ സ്റ്റാർ സീനിയർ എന്ന് പറഞ്ഞത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് പറയുന്നതിൻ്റെ കാര്യം നിങ്ങളാണ്, നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് ഫാക്ടർ. ശിവനന്ദ സാർ, ഇപ്പം ശ്രീകുട്ടൻ ചേട്ടൻ പറഞ്ഞ 2 കാര്യങ്ങളാണ് ഞാനിവിടെ എഴുതി വെച്ചത്. ഒന്ന് സസ്റ്റെയിൻസിൻ്റെ ഒരു കൺട്രോൾ എല്ലായിടത്തും. പിന്നെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞ കാര്യം ഞാനിവിടെ എഴുതി വെച്ചത്, ശിവനന്ദ മാസീവ് ഇംപ്രൂവ്മെന്റ്. കാരണം ഞാൻ ആലോചിക്കുന്നത് ഇവിടെ വന്ന് ഫസ്റ്റ് പാടിയ ശിവനന്ദ, നമ്മൾ ഒരുപാട് നെഗറ്റീവ്സ് ആണ് എനിക്കൊന്ന് ആ സമയത്ത് കൂടുതലും അല്ലേ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് വെടിച്ചില്ല് പോലെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയ പാട്ടല്ല, പാറു പറയുന്ന പോലെ ഇതൊരു വലിയ പാട്ടാണ്. പ്രത്യേകിച്ച് ദാസറും ചിത്ര ചേച്ചിയും അതുപോലെ പാടി വെച്ച ഒരു പാട്ട്. ഒരു 98-99% മോളത് കലക്കിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു മോളെ, എക്സിക്യൂഷൻ കലക്കിയിട്ടുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. ചേച്ചി ശിവനന്ദ, ഒരു ടീച്ചറുടെ ലുക്ക് ഉണ്ട്, സ്റ്റൈലായിട്ടുണ്ട്. ആദ്യമായിട്ടാണോ സാരി എടുക്കുന്നത്? സാരി ഉടുത്തിട്ടുണ്ട്, നല്ല സ്റ്റൈലായിട്ടുണ്ട് കാണാൻ. ഒരു കോൺഫിഡൻസ് ഉണ്ട് ശിവനന്ദയുടെ ആ നിപ്പിലും. ആ തുടക്കം വന്ന് പിന്നെ കോറസ് അതിമനോഹരായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. നന്നായി പാടി, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. എല്ലാം ഓർക്കസ്ട്രയും കോറസും. പിന്നെ മോളുടെ ഈ ഒരു പാട്ടിനകത്തുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് വോയിസ് പുറത്ത് കേൾക്കും. അപ്പോൾ നമ്മൾ സിംഗർ വളരെ കെയർഫുള്ളായിട്ട് പാടണം, കാരണം വോയിസിനാണ് പ്രാധാന്യം. ഇതിൽ മ്യൂസിക്കും ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ലിഫ്റ്റ് ചെയ്ത് നിൽക്കുന്നത് ആ വോക്കലാണ്.
അപ്പോൾ മോൾക്ക് ശ്രദ്ധയോടുകൂടി പാടേണ്ട ഒരു പാട്ടാണിത്. അസലായിട്ട് പാടി. താങ്ക് യു മാം. ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു, കാരണം പല ഭാഗങ്ങളും ശബ്ദം മാത്രമാണ് അവിടെയൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ ഒരു ബാക്കിംഗ് പോലെ നമ്മുടെ കോറസിന്റെ സപ്പോർട്ടും, ഒരു ആക്കപ്പല്ല ഒക്കെ പോലെ. അപ്പോൾ ആ മോളുടെ വോയിസ് ഫാന്റാസ്റ്റിക് ആയിരുന്നു. അത് മനോഹരമായിട്ട് പാടി. ഈ പറഞ്ഞ മാതിരി സ്റ്റേജിൽ പാടുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ചെറിയ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസാണ് എനിക്കിതിൽ തോന്നിയത്. അവിടെ ഇവിടേക്ക് ആയിട്ടുള്ള അതൊരു ഹ്യൂമൻ എലിമെൻ്റ് ആയിട്ട് കാണാം. പക്ഷെ എന്നാലും ഈ ഒരു പാട്ട് എടുത്തു കൊണ്ടുവരാനും ഇത് ഇത്ര ഭംഗിയായിട്ട് പാടാനും സാധിച്ചതിൽ ഐ ആം പ്രൗഡ് ഓഫ് യു. ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. MT സർ. ഗസ് ചെയ്തോളാൻ. സാർ ഇച്ചിരി ടാസ്ക് ആയി പോയിട്ടാ. 9.6 ആണോ? നോ, 9.8. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. യെസ്, പാറു ഗസ് ചെയ്ത മാർക്കാണ് എന്റെ മാർക്ക്. 9.6. താങ്ക് യു സർ. ഇന്നാ ഓക്കെ താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 19.4. വെരി ഗുഡ് വെരി ഗുഡ്. എന്തല്ലേ സാർ പറഞ്ഞത് ശരി. ഈ സ്കെഡ്യൂൾ മൊത്തം പിള്ളേര് പൊളിക്കാ. അതെ അതെ അതെ. Superstar.